വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ തന്നെ എന്ന അന്വേഷണ സംഘം സ്വന്തം ഫോണിലാണ് ജിതിൻ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത്. 2018 കാർഡുകൾ നിർമ്മിക്കാൻ ജിതിൻ പരിശീലനം നേടി. 2019 മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പ്രതി ചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും. സരീഷ് പി കെ വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ആര് എന്നുള്ളതിലായിരുന്നു സംശയം, അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ജിതിനിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ജിതിനാണ് ഇതിന്റെ സൃഷ്ടാവ് എന്ന് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസവുമുള്ള ചോദ്യം ചെയ്യൽ. പക്ഷേ ആദ്യ ദിവസം ചോദ്യം ചെയ്യുമ്പോൾ ജിതിൻ ഇതുമായി അന്വേഷണ സംഘവുമായി സഹകരിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ ജിതിന്റെ പഴയകാല കാര്യങ്ങളുമൊക്കെ ഈ പോലീസ് അന്വേഷണ സംഘം SIT അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഒടുവിൽ ജിതിൻ ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിന്റെ സ്വന്തം ഫോണിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2019 മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഈ ജിതിൻ ഭാസ്കർ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുകയും സമാനമായ പോസ്റ്ററുകൾ ഈ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2018 മുതൽ ഇത്തരത്തിലുള്ള കാർഡുകൾ തയ്യാറാക്കാൻ അതോടൊപ്പം തന്നെ ഗ്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ ജിതിൻ ഭാസ്കർ പരിശീലനം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2019 മുതൽ ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുകയും അത്തരത്തിലുള്ള അക്കൗണ്ടുകളിലൂടെ സമൂഹത്തിന് ദോഷകരമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ജിതിൻ ഭാസ്കറിനെ മാത്രമാണ് ഈ കേസിൽ SIT ഈ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ ഫോണിലൂടെ റിക്കവർ ചെയ്യാൻ, അതായത് ഈ സ്ക്രീൻഷോട്ട് റിക്കവർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജില്ലാതലത്തിലുള്ള ഒരു പരിശോധനയായിരുന്നു നടത്തിയത്. ഇനി അതിൽ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ണിയാണ് അല്ലെങ്കിൽ ഈ ജിതിനാണ് എല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഈ കേസിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ IPC 153A വകുപ്പ് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ഈ കേസിൽ പറയാനാകുന്നത്. അത് മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പായി നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത്. നിലവിൽ 109, 209, 201 വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ ലഘുവായ വകുപ്പുകൾ മാത്രമാണ് നിലവിൽ ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ക്രീൻഷോട്ട് ഈ കേസിൽ തന്നെ അല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് 2 വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി എന്നുള്ളതാണ്. സമാനമായ കുറ്റകൃത്യം ചെയ്ത അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ ഇതുവരെ പോലീസ് കേസെടുക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും കാണേണ്ടതാണ്. എന്തായാലും നിലവിൽ ഈ SITയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ കൃത്യമായി സൃഷ്ടാവിലേക്ക് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ സൃഷ്ടാവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഈ കേസിൽ ഈ കസ്റ്റഡിയിൽ വാങ്ങുകയും ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജിതിന്റെ ജാമ്യ ഹർജി വീണ്ടും വടകര കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്.